ഹായ്. നമസ്കാരം. ഞാനങ്ങനെ ഒരു സോളോ പോഡ്കാസ്റ്റ് നമ്മുടെ ചാനലിൽ അങ്ങനെ ചെയ്യാറില്ല. ചാനൽ കാണുന്നവർക്കറിയാം. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ സോളോ ആയിട്ട് 2-3 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിൽ വന്നിട്ടുള്ള ചില ന്യൂസ് റിപ്പോർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. കോവിഡ് നമുക്കറിയാം. ഇപ്പോൾ കോവിഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം തണുത്തു, മീഡിയ അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഒരു വർഷം മുമ്പ് വരെ മീഡിയ എന്താ പറയുന്നത്, മീഡിയയിൽ അത് മാത്രമേ ഉള്ളായിരുന്നു, നമുക്കറിയാം. അപ്പോൾ മീഡിയയിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് വെക്കുമായിരുന്നു ഞാൻ ചെയ്തത്. വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വാക്സിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ, 5 മുതൽ 10 വർഷം വരെ വാക്സിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടെടുത്ത് 6 മാസം കൊണ്ട് വാക്സിൻ ഉണ്ടായി. അത് മതിയായ ഹ്യൂമൻ ട്രയൽസ് ഒന്നും നടത്താതെയാണ്. അപ്പോൾ അതിപ്പോൾ ഒരു പഴങ്കഥയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ സോളോ ചെയ്യാനുള്ള കാര്യം, കോവിഡിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ന്യൂസ് സൈക്കിള് വീണ്ടും റിപ്പീറ്റ് ആകുന്നത് പോലെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അത് കോവിഡിൻ്റെ കേസിലല്ല, നമ്മളിപ്പോൾ ഈ അടുത്തിടെയായിട്ട് കേട്ട് വരുന്ന ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ. അതായത് നമുക്കറിയാം, ഈ LSD MDMA പോലുള്ള ഡ്രഗ്സ് ഒരുപാട് പിടിക്കുന്നു, ഒരുപാട് പേര് ജയിലിലാവുന്നു. അപ്പോൾ അതൊക്കെ വലിയ വാർത്തയാവുന്നു ഇപ്പോൾ. അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ് തന്നെ, മുഖ്യമന്ത്രി തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു വശത്തൂടെ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യക്കച്ചവടം നടത്തുകയും, ബിവറേജസ് കോർപ്പറേഷൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മറ്റൊരു വശത്തൂടെ മദ്യവിരുദ്ധത്തിനെതിരെ സംസാരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, പൊതുജനം ഒരു വിഡ്ഢിയാണെന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് മാത്രമേ അത് പറ്റത്തുള്ളൂ. മനസ്സിലായി? ഓക്കെ, ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്തുണ്ടായ ന്യൂസ് സൈക്കിൾ, ആ ഒരു ട്രെൻഡ് റിപ്പീറ്റ് ആകുന്നല്ലോ നമുക്ക് കാണാൻ പറ്റും. അതായത് എന്തുവാ ന്യൂസ് സൈക്കിൾ എന്ന് നോക്കാം. കോവിഡ് ഉണ്ടായ സമയത്ത് എല്ലാ മീഡിയയും ഏറ്റെടുത്തു. കോവിഡാണ് പ്രശ്നമാണ്, ആൾക്കാർ ആരും പുറത്തിറങ്ങരുത്, വാക്സിൻ എടുക്കണം, ഇതെല്ലാം ചെയ്യണം. ഇങ്ങനെ ആ സമയത്ത് നമുക്കറിയാം, ആദ്യത്തെ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്താണ് മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയത്. മീഡിയ കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് TV കാണുമായിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ അവരുടെ ഒരു ആവശ്യമായിരുന്നു, ആൾക്കാരെ വീട്ടിലിരുത്തുന്നത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ പീക്കിൽ ന്യൂസ് സൈക്കിൾ വന്നു. ഇപ്പോൾ കോവിഡ് കാണാനേ ഇല്ല. ഇപ്പം മീഡിയയിൽ കോവിഡ് എന്നൊരു വാർത്തയേ ഇല്ല. മീഡിയ അത് അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം മറ്റ് രാഷ്ട്രീയ ചർച്ചകളും ആവശ്യമില്ലാത്ത തമ്മിലടിയൊക്കെയാണ് ഇപ്പോൾ ന്യൂസ് വെച്ചാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്തപ്പോൾ, ഈ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പർക്കഷൻസ്, ഇത് കാരണം ഉണ്ടായിട്ടുള്ള എന്താ പറയുക, അനന്തരഫലങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി മീഡിയ ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് പേരുടെ ബിസിനസ് പൂട്ടി, ഒരുപാട് പേർക്ക് ഗവൺമെൻറ് പിഴ ഈടാക്കി, ഒരുപാട് പേർക്ക് എന്താ പറയുന്നത്, നമുക്കറിയാം ഒരു IPS ഉദ്യോഗസ്ഥൻ 3-4 പേരെ ഏത്തവിടിയിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി. ഏത്തവിടിയിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡിഗ്നിറ്റിയെ തന്നെ ചാലഞ്ച് ചെയ്യുക ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. കാരണം വിട്ട ആൾ അടച്ച ടാക്സ് ഉൾപ്പെടെ അവൻ്റെ നികുതി പണമാണ് മറ്റവൻ പോക്കറ്റിലിട്ടുകൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. അങ്ങനെ പക്ഷേ അന്ന് അയാൾക്ക് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ മീഡിയയും എല്ലാവരും അയാൾ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് മീഡിയ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്തത്. ഒരുപാട് പേരുടെ നിന്ന് പിഴ ഈടാക്കി. COVID-19 വൈറസ് എവിടെയും പോയിട്ടില്ല, ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും പലതരത്തിലുള്ള മ്യൂട്ടേറ്റഡ് വെർഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മീഡിയയ്ക്ക് അത് വേണ്ട. പൊക്കിയെടുത്ത ആൾക്കാരുടെ നിന്ന് അവരുടെ ഒരുപാട് പേരുടെ കച്ചവടവും പൂട്ടി. കച്ചവടക്കാരൻ അത് ഒരുപാട് സഫർ ചെയ്തു. അപ്പോഴും ഓൺലൈൻ മാർക്കറ്റ്സ് ഫ്ലറിഷ് ചെയ്യുക ചെയ്തത്. ആൾക്കാർ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരുന്ന സമയത്താണ് ആമസോണിൻ്റെ മുതലാളിയായിട്ടുള്ള ജെഫ് ബീസോസ്, ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള അയാളുടെ തന്നെ റെക്കോർഡ് തകർത്തത് കോവിഡിൻ്റെ സമയത്ത്. അപ്പോൾ ചെറുകിട സംരംഭകരാണ് സഫർ ചെയ്തത്. അപ്പോൾ ഇവരിങ്ങനെ ഇത് ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കളയാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ആൾക്കാരെ സഫർ ചെയ്യിച്ചത്? അതൊരു ചോദ്യമാണ്. എന്തിനാ പിന്നെ ഇതെല്ലാം ഈ കോപ്പറേറ്റുകളെല്ലാം കാണിച്ചത്? എന്തിനാ ഇത്രയും ഫൈൻ ഈടാക്കിയത്? എന്തിനാ ഇത്രയും ഇത് ആൾക്കാരെ ഫിയർ മോങ്കറിങ്, ഭീതി വ്യാപാരം നടത്തിയത്?
ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ. ഇതേ ന്യൂസ് സൈക്കിള് ഡ്രഗ്സിൻ്റെ കേസിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഞാനൊരു 1-2 ന്യൂസ് ക്ലിപ്പിങ്സ് കാണിക്കാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നോക്കണം. കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നു, മുൻപന്തിയിൽ MDMA കഞ്ചാവും വ്യാപകം. ഇത് നോക്കി മലയാള മനോരമ വന്നൊരു ന്യൂസാണ്. 2022 സെപ്റ്റംബർ 16 വന്നൊരു വാർത്തയാണ്. അതുപോലെ ഇത് MDMA പറ്റി വേറൊരു ന്യൂസ് വന്നതാണ്, മനോരമയിൽ തന്നെ വന്നൊരു വാർത്തയാണ്. 3 വർഷത്തിനുള്ളിൽ മരണം, ഗുരുതര അസ്വസ്ഥത, ആളെ കൊല്ലും MDMA. നോക്കി എന്ത് എഴുതിയിരിക്കുന്നത്. സിന്തറ്റിക് ലഹരി മരുന്നായ MDMA ഉപയോഗിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായി ലഹരി മരുന്ന് ഉപയോഗിച്ചവർ തന്നെ പറയുന്നു. സ്ഥിരമായി ഇത് കഴിച്ചാൽ പല്ല് കൊഴിയും, വായിലെ തൊലിയെല്ലാം അടർന്നു പോകും. ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള യുവാവ് മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി. ആ യുവാവിൻ്റെ പേരൊന്നുമില്ല. അപ്പോൾ ആ ന്യൂസിൻ്റെ വീഡിയോ ക്ലിപ്പ് എന്ന് വെച്ചാൽ അവരുടെ ചാനലിൽ വന്നാണ് സ്ഥിരമായി ഉപയോഗിച്ചാൽ പല്ല് കൊഴിയും, MDMAയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇത് മാതൃഭൂമി.com വന്നൊരു റിപ്പോർട്ടാണ്. MDMA, LSD സ്റ്റാമ്പ് അങ്ങനെയെല്ലാം മാരക ലഹരി മരുന്നുകളുമായി കൊച്ചിയിൽ പിടിയിലായത് 6 യുവാക്കൾ. അപ്പോൾ ഇത് 6 പേരെ അറസ്റ്റ് ചെയ്ത്, അവരുടെ ഒരുപാട് പേര് അറസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് യുവാക്കൾ ജയിലിൽ കിടക്കുക. അപ്പോൾ ഇപ്പോൾ മീഡിയയെ കുറച്ച് നമുക്ക് എല്ലാവർക്കും ഇതിങ്ങനെ കേട്ട് വരിക. രാഷ്ട്രീയക്കാരെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്, മീഡിയ കംപ്ലീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. LSD, MDMA എന്നുള്ള വാക്കുകൾ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു. ഇതും ഇപ്പം ഈ ഉണ്ടായിട്ടുള്ള ന്യൂസിൻ്റെ ഈ ഒരു സൈക്കിളും കോഡ് പോലെ ആകുമോ എന്നുള്ളൊരു എൻക്വയറി എനിക്ക് നടത്താനുള്ളത്. അതായത് ഭയങ്കരമാണ് സംഭവമാണെന്ന് വന്നിട്ട് കുറേ കഴിഞ്ഞ് ഇവർ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ അന്ന് അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞത് ആൾക്കാർക്കുണ്ടായ സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും, ഈ മറ്റേ ഏത്തവിഴിച്ചുള്ളവരെ പോലുള്ള മാനനഷ്ടവും ആണെങ്കിൽ, ഇവർ ഇന്ന് ഈ വാർത്ത ഡ്രോപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ള ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുക. നാളെ ഇത് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ജയിലിൽ കിടന്നത് എന്നൊരു ചോദ്യമുണ്ട്. അവർ ഡ്രോപ്പ് ചെയ്യുമോ? നാളെ ഇതൊരു വാർത്ത അല്ലാതാകുമോ? എനിക്കത് കുറച്ച് അതിനകത്ത് അത് ഈ പോഡ്കാസ്റ്റ് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇതാണ്. അപ്പോൾ ഇതൊരു വിക്കിപീഡിയയിൽ ആർട്ടിക്കിളാണ്. അപ്പം നമ്മൾ ഈ MDMA ഇപ്പോൾ ഈ LSD പോലുള്ള ഡ്രഗ്സിനെ സൈക്കഡലിക് ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. സൈക്കഡലിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാവുന്ന ഈ ഹെറോയിൻ പോലെ, ഫെൻറ്റനിൽ പോലുള്ള ഓപ്പിയോയിഡ് ഡ്രഗ്സ് നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ക്രാക്ക് കൊക്കൈൻ പോലുള്ള ഡ്രഗ്സൊക്കെ. അത്തരം ഡ്രഗ്സിൻ്റെ കാറ്റഗറി പെടുത്താൻ പറ്റുന്നതല്ല LSDയും MDMAയും. LSD എന്നൊക്കെ പറഞ്ഞാൽ സൈക്കഡലിക് ഡ്രഗ്സ് ആണ്, അത് ഓപ്പിയോയിഡ് ഡ്രഗ്സ് അല്ല. അതെന്തുവാണെന്നുള്ള വിക്കിപീഡിയ ആർട്ടിക്കിളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. Psychedelic drugs are a subclass of hallucinogenic drugs. Hallucinogenic drugs എന്ന് പറഞ്ഞാൽ ഹാലുസിനേഷൻസ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെ തോന്നിപ്പിക്കുന്നു. Whose primary effect is to trigger non-ordinary states of consciousness known as psychedelic experiences or trips. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി അല്ലാത്ത സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, നമ്മുടെ ബോധത്തിൽ സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ തോന്നിക്കും. This causes specific physiological, visual and auditory changes and are often substantially altered state of consciousness. കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ ബോധത്തെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദ ക്ലാസിക്കൽ സൈക്കഡലിക്സ് ഏതൊക്കെയാണെന്ന് നോക്കി. മെസ്കലിൻ, LSD എന്ന് പറഞ്ഞാൽ ലൈസർജിക് ആസിഡ് ഡയത്തിലമൈഡ്. സിലസൈബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലസൈബിൻ മഷ്റൂംസിലുള്ള ഈ മാജിക് മഷ്റൂംസ് എന്നൊക്കെ നമുക്ക് അറിയപ്പെടും. ചില ടൈപ്പ് ഓഫ് കൂണാണ്, അതിലുണ്ടാക്കുന്നൊരു കെമിക്കലാണ് സിലസൈബിൻ. അതിന് DMT എന്ന് വെച്ചാൽ ഡൈമെത്തൽ ട്രിപ്റ്റിമിൻ. അപ്പോൾ ഇത്തരമുള്ള കെമിക്കൽ സൈക്കഡലിക് സബ്സ്റ്റൻസുകളാണ്. MDMA MDMA പ്രോപ്പർ
സൈക്കഡലിക് സബ്സ്റ്റൻസ് അല്ല, കാരണം അത് ആക്ട് ചെയ്യുന്ന റിസപ്റ്റർ നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിലെ സെറട്ടോണിൻ എന്ന് പറയുന്ന റിസപ്റ്ററിലാണ് ക്ലാസിക് സൈക്കഡലിക്സ് എല്ലാം ആക്ട് ചെയ്യുന്നത്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിലല്ല MDMA ആക്ട് ചെയ്യുന്നത്. പക്ഷേ MDMAയും ക്ലാസിക് സൈക്കഡലിക്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതായത് അതേപോലത്തെ ഹാലുസിനേഷൻസാണ് MDMA ഉണ്ടാക്കുന്നത്. പല യൂണിവേഴ്സിറ്റികളുടെയും പഠനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ MDMAയും ഒരു സൈക്കഡലിക്കായിട്ട് തന്നെ അവരെടുക്കുന്നത്. പക്ഷേ സ്ട്രക്ചർ വേറെയാണ്. അത് നോർപെനിഫ്രിൻ എന്ന് പറയുന്ന വേറൊരു ഇതുണ്ട്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചറിനോടാണ് MDMAക്ക് കുറച്ചുകൂടെ സിമിലാരിറ്റി. ഐ മീൻ സ്ട്രക്ചറലി അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ക്ലാസിക് സൈക്കഡലിക്സിലല്ല. പക്ഷേ ഇതെല്ലാം സൈക്കഡലിക് ഡ്രഗ്സ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇതെല്ലാം ഹാലുസിനേഷൻസ് ഉണ്ടാക്കും, എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ തോന്നിക്കും, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകും. അപ്പം ഞാൻ ഒരു പേപ്പർ കാണിക്കുക. പേപ്പർ എന്ന് വെച്ചാൽ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പഠനം. ഇത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരുപാട് റിസർച്ച് പബ്ലിക്കേഷൻസ് വരുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ ഫാർമക്കോളജിക്കൽ റിവ്യൂ എന്ന് പറയുന്ന അമേരിക്കൻ സൊസൈറ്റി ഫോർ ഫാർമക്കോളജി ആൻഡ് എക്സ്പെരിമെൻ്റൽ തെറാപ്യൂട്ടിക്സ്. അതിൻ്റെ ഫാർമക്കോളജി എന്ന് വെച്ചാൽ എന്താ? ഫാർമക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ ഉൾപ്പെടെ ഉള്ളൊരു കാര്യമാണ്. മരുന്നുകൾ ഉൾപ്പെടെ ഉള്ളതിൻ്റെ കാര്യമാണ്. ഡ്രഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ ഉന്മാദത്തിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ചെറിയ മരുന്നുകൾ, ഇവിടെ ഇരിക്കുന്നു മരുന്നുകൾ, അത് പാരസിറ്റമോൾ ഉൾപ്പെടെ ഡ്രഗ്സാണ്. ഒരു ബ്രോഡർ കാറ്റഗറി ഓഫ് കെമിക്കൽസാണ്. നമ്മുടെ ശരീരത്ത് ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്ന എല്ലാ കെമിക്കൽസിനെയും ഡ്രഗ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്തരമുള്ള ഡ്രഗ്സിൻ്റെ സ്റ്റഡിയാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ കേട്ടില്ല, ഫാർമസി എന്ന് പറഞ്ഞിരുന്നു, ഡ്രഗ്സ് കിട്ടുന്ന സ്ഥലമാണ്. ഡ്രഗ്സ് എന്ന് വെച്ചാൽ മരുന്നും ഡ്രഗ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫാർമക്കോളജിയിൽ ഒരുപാട് സ്റ്റഡികൾ വരുന്ന ഒരു പഠനങ്ങൾ വരുന്ന ഒരു എന്താ പറയുക, ഒരു ജേണലാണ് ഫാർമക്കോളജിക്കൽ റിവ്യൂ. അതിൽ വന്ന ഒരു പേപ്പറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് സൈക്കഡലിക്സ് എന്നാണ് പേപ്പറിൻ്റെ പേര്. പേപ്പർ അത് ഗവേഷണ ഒരു പഠനമാണ്. അത് എഴുതിയത് ഡേവിഡ് ഇ നിക്കോൾസ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളി ആരാന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആരാ ഇത് എഴുതുന്നത് നമ്മൾ അറിയണമല്ലോ. ഡേവിഡ് ഇ അമേരിക്കൻ ഫാർമക്കോളജിസ്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഡേവിഡ് ഇ നിക്കോളസ് അമേരിക്കൻ ഫാർമക്കോളജിസ്റ്റാണ്. പുള്ളി ഈസ് എൻ അമേരിക്കൻ ഫാർമക്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ കെമിസ്റ്റ്. പ്രീവിയസ്ലി ദ റോബർട്ട് സി ആൻഡ് ഷാർലറ്റ് പി ആൻഡേഴ്സൺ, പുള്ളി യൂണിവേഴ്സിറ്റി ഓഫ് സിൻസിനാറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് അയോവ, അതുപോലെ അങ്ങനത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഗവേഷണം നടത്തുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി എഴുതിയതാണ്. ഞാൻ എല്ലാ പേപ്പറും ആരെ എഴുതിയെന്ന് ഞാൻ പറയും, കാരണം വെറുതെ നമ്മൾ വിശ്വസിക്കരുത്. അപ്പോൾ ഈ പേപ്പറിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. സൈക്കഡലിക്സ് എന്ന് പറഞ്ഞാൽ സെറട്ടോണോജനിക്, ഞാൻ പറഞ്ഞില്ലേ, സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിലാണ് ആക്ട് ചെയ്യുന്നത് ക്ലാസിക് സൈക്കഡലിക്സ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ എന്താ അത് പറയാം. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ നെർവ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ന്യൂറോൺസ് എന്ന് പറയുന്ന നെർവ് സെൽസ് വെച്ചാണ് നമ്മുടെ തലച്ചോറ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ചിന്ത, നമ്മുടെ ഓർമ്മകൾ എല്ലാം നെർവ് സെല്ലുകളുടെ കണക്ഷൻസ് ഉണ്ട്, സിനാപ്സ് എന്ന് പറയുന്നത്. ആ സിനാപ്സിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ എന്തുവാണെന്നുള്ള ഐഡൻറ്റിറ്റി, നമ്മുടെ പേര്, മറ്റുള്ളവരുടെ പേര്, നമ്മുടെ വിഷൻ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടുത്തെ ഒരു നെർവ് സെല്ലുകളിൽ സത്യം പറഞ്ഞാൽ സിനാപ്സുകളിലകത്തുള്ള സൈഡിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ സെറട്ടോണിൻ. വേറെ കാര്യമുണ്ട്, ഞാൻ ന്യൂറോ സയൻറ്റിസ്റ്റ് ഒന്നും അല്ല. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നോക്കുക സെറട്ടോണിനെ പറ്റിയൊക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി. അപ്പോൾ പവർഫുൾ psychedelics are powerful psychoactive substances that alter perception and mood and affect numerous cognitive processes. സൈക്കഡലിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയേറിയ സബ്സ്റ്റൻസാണ്, ശക്തിയേറിയ കാര്യങ്ങളാണ്. അത് നമ്മുടെ പെർസെപ്ഷനെ, നമ്മുടെ മൂഡിനെ, നമ്മുടെ അനവധി കോഗ്നിറ്റീവ് പ്രോസസ്സ്, ചിന്താപരമായിട്ടുള്ള പല കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യും സൈക്കഡലിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അടുത്ത സെൻറ്റൻസ് നോക്കി. They are generally considered physiologically safe and do not lead to dependence or addiction. ഇമ്പോർട്ടൻ്റ് വാക്ക്. സൈക്കഡലിക് സബ്സ്റ്റൻസുകൾ
ഫിസിയോളജി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താറുമാറുണ്ടാക്കുന്നത് ഒരു കാര്യമല്ല. ആൻഡ് ഡു നോട്ട് ലീഡ് ടു അഡിക്ഷനിലേക്ക് നയിക്കത്തുമില്ല. ഇവിടെ ഇപ്പുറത്ത് മീഡിയ എന്താ പറഞ്ഞത്? 3 വർഷത്തിനുള്ളിൽ മരണം, ഗുരുതര അസ്വസ്ഥത, പല്ല് കൊഴിയും. പക്ഷേ ഇവിടെ നോക്കി, ദേ ആർ കൺസിഡേർഡ് ഫിസിയോളജിക്കലി സേഫ്. നമുക്ക് ആ പേപ്പർ മൊത്തം വായിക്കണം. മൊത്തം വായിക്കുക ഒരുപാട് വലിയൊരു പേപ്പറാണ്, ഒരുപാട് സ്റ്റഡിയുണ്ട്. അതിനകത്ത് ഞാൻ സേഫ്റ്റിയെ പറ്റി പറയുന്നുണ്ട്. ഇതതിൻ്റെ സ്ട്രക്ചറുകളാണ്. ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സെറട്ടോണിൻ 5-HT എന്ന് പറയുന്ന റിസപ്റ്ററിൻ്റെ സ്ട്രക്ചറാണ്. ഇത് LSD സ്ട്രക്ചർ സിമിലറാണ്. അതാണ് സെറട്ടോണിനുമായിട്ട് ഇതാണുള്ള കാരണം. അതാണ് LSDയുടെ റിംഗ് സ്ട്രക്ചർ സിമിലറാണ്. നോക്കിയേ താഴത്തെ മെസ്കലിൻ, സിലസൈബിൻ ആണ് മറ്റേ മാജിക് മഷ്റൂമിലുള്ളത്. ഇത് DMT, ഡൈമെത്തിൽ ട്രിപ്റ്റമിൻ. അപ്പോൾ താഴോട്ട് നമുക്ക് നോക്കാം സൈക്കഡെലിക്സിൻ്റെ സേഫ്റ്റിയെ പറ്റി. ഇത് നല്ലൊരു സെക്ഷനാണ് ഇതിനകത്ത്, ഈ പഠനത്തിൽ. ഫോർ ഡെക്കേഡ്സ്, പതിറ്റാണ്ടുകളായിട്ട്, ദ മീഡിയ ഹാവ് ലാർജ്ലി പോർട്രേഡ് സൈക്കഡെലിക്സ് ആസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ഡ്രഗ്സ്. പതിറ്റാണ്ടുകളായിട്ട് മീഡിയ പറയുന്നത് സൈക്കഡെലിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് എന്നാണ്. ഇൻഫാക്ട് സത്യം പറഞ്ഞാൽ ദ ക്ലാസിക് സെറട്ടോണിനർജിക് സൈക്കഡെലിക്സ് ആർ ജനറലി കൺസിഡേർഡ് വെരി ഫിസിയോളജിക്കലി സേഫ്. വളരെ സേഫാണ്, വെരി ഫിസിയോളജിക്കലി സേഫ് ക്ലാസിക് സൈക്കഡെലിക്സ്, LSD പോലുള്ള. സെർട്ടൻലി കമ്പയർഡ് വിത്ത് ഓപ്പിയേറ്റ്സ് ആൻഡ് സൈക്കോസിൻ. ഓപ്പിയേറ്റ് ഡ്രഗ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഹെറോയിൻ പോലുള്ള, ഫെൻറ്റനിൽ പോലുള്ള എന്ന് വെച്ചാൽ ഓപ്പിയോയിഡ് ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പോപ്പി പ്ലാന്റിനകത്ത് കിട്ടുന്ന ഒരു ഡ്രഗ്സാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സേഫാണ്. അതല്ല ഇത്. അപ്പോൾ ഈ താഴോട്ട് നോക്കി, ദീസ് സബ്സ്റ്റൻസസ് ഡു നോട്ട് ലീഡ് ടു അഡിക്ഷൻ. ഇവ അഡിക്ഷനിലേക്ക് നയിക്കില്ല. ഡിപ്പെൻഡൻസ്, ആശ്രയത്തിലേക്ക് നയിക്കില്ല. അതിനെ മാത്രം ആശ്രയിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നയിക്കില്ല. ആൻഡ് ആർ നോട്ട് കൺസിഡേർഡ് ടു ബി റീഇൻഫോഴ്സിങ്. അത് ഓൾറെഡി ഉണ്ടായിരുന്ന അഡിക്ഷനെ പിന്നീട് റീഇൻഫോഴ്സ് ചെയ്യുന്നതുമില്ല. ഇതിൻ്റെ കാരണം എന്ന് നോക്കി, ദിസ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ വെൻ വൺ റിയലൈസസ് ദാറ്റ് ദ സെറട്ടോണർജിക് ഹാലുസിനേഷൻസ് ഡു നോട്ട് ഹാവ് ഡയറക്റ്റ് എഫക്ട്സ് ഓൺ ബ്രെയിൻസ് ഡോപ്പമിനർജിക് സിസ്റ്റം. അത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഡോപ്പമീനാണ് നമ്മുടെ പ്ലഷറിനും അഡിക്ഷനും കാരണം. ഡോപ്പമീനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് സെറട്ടോണിനുമായിട്ടാണ് ബന്ധം. അപ്പോൾ എങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യം. സെറട്ടോണിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കെമിക്കൽസ് എങ്ങനെയാണ് ഡോപ്പമീനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? അത് സാധിക്കാത്തൊരു കാര്യം കെമിക്കലി. ചിന്തിച്ച് മീഡിയ പറയുന്നത് എങ്ങനെയാണ്? മീഡിയയുടെ പോയിന്റ് എന്തൊക്കെയാണ്? അഡിക്ഷൻ ഫിസിയോളജിക്കൽ ഡാമേജ് ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും. ഇതല്ല അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല. ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ഒന്നും എൻ്റെ വാക്കുകൾ പറയത്തില്ല. കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈവൻ ദോ ഭരണഘടനാപരമായിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ സയൻറ്റിഫിക് പേപ്പറുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, എൻ്റെ അഭിപ്രായമല്ല. ഈ പേപ്പറുകളുടെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ആർക്ക് വേണമെങ്കിലും കയറി വായിച്ചു. അപ്പോൾ ഞാൻ വേറൊരു പേപ്പർ കാണിക്കാം. ഈ പേപ്പർ, ഇത് ട്രെൻഡ്സ് ഇൻ ഫാർമക്കോളജിക്കൽ സയൻസസ് എന്ന് പറയുന്ന ഇതിനകത്ത് വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പേപ്പർ. പേപ്പറിൻ്റെ പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാ പേപ്പർ. ട്രെൻഡ്സ് ഇൻ ഫാർമക്കോളജിക്കൽ സയൻസസ്, ആ ജേണൽ. പേപ്പർ ഇതാണ്, സൈക്കഡലിക് ഡ്രഗ്സ് ഇൻ ബയോമെഡിസിൻ. ബയോമെഡിസിനിൽ സൈക്കഡലിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സ്റ്റഡിയാണ്. അതാരൊക്കെ എഴുതിക്കുന്നത്? ഇവാൻ ജെ കൈസാർ. പുള്ളി കോളേജ് ഓഫ് മെഡിസിൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് അറ്റ് ഷിക്കാഗോ ഇലിനോയിൽ ഉള്ളൊരു സയൻറ്റിസ്റ്റാണ് ഇവാൻ ജെ. പിന്നെ ആരോ നോക്കിയേ, ചാൾസ് ഡി നിക്കോൾസ്.
ലൂയിസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് സെൻറ്റർ, ന്യൂ ഓർലിൻസ്, LA. LA എന്ന് വെച്ചാൽ ലോസ് ആഞ്ചലസ്. റോൾ ആർ ഗെയ്നറ്റ്ഡിനോ, പുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷണൽ ബയോമെഡിസിൻ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യ. ഡേവിഡ് ഇ നിക്കോൾസ്, നമ്മൾ മുമ്പേ കണ്ട ആൾ. പിന്നെ അങ്ങനെ ഓരോരുത്തർ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഈ പേപ്പറിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് പേപ്പറിൻ്റെ തുടക്കം. സൈക്കഡലിക് ഡ്രഗ്സ് സച്ച് ആസ് ലൈസർജിക് ആസിഡ് ഡയത്തിലുമിഡ്, LSD, മെസ്കലിൻ ആൻഡ് സിലസൈബിൻ എക്സർട്ട് പ്രൊഫൗണ്ട് എഫക്ട്സ് ഓൺ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ. നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ പെരുമാറ്റത്തിലും ഭയങ്കര ശക്തമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും സൈക്കഡലിക് ഡ്രഗ്സ്. After decades of difficulties in studying these compounds, psychedelics are again being tested as potential treatment for intractable biomedical disorder. പതിറ്റാണ്ടുകളായിട്ട് ഇവയുടെ പഠനം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ വീണ്ടും എന്തിനു വേണ്ടി സ്റ്റഡി ചെയ്യുന്ന പൊട്ടൻഷ്യൽ ട്രീറ്റ്മെൻറ്റുകളാവാനുള്ള സാധ്യതയുണ്ടോ? എന്തിനു വേണ്ടി? ഇൻട്രാക്റ്റബിൾ ബയോമെഡിക്കൽ ഡിസോർഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗങ്ങളല്ല, മുറിവ്, ചതവ്, അങ്ങനത്തുള്ള രോഗങ്ങളല്ല. പ്രധാനമായിട്ടും ഡിപ്രഷൻ. എൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, താഴോട്ട് നോക്കി. ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ ക്ലിനിക്കൽ ട്രയൽസ് സജസ്റ്റിംഗ് ദീസ് കോമ്പൗണ്ട്സ് ആസ് പ്രോമിസിങ് ട്രീറ്റ്മെൻറ്റ്സ് ഫോർ അഡിക്ഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് അതർ കണ്ടീഷൻ. ഇത്തരം ഡ്രഗ്സ് അഡിക്ഷനെ, ഡിപ്രഷനെ, അഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഡിപ്രഷൻ എന്ന് വെച്ചാൽ വിഷാദ രോഗം, ആങ്സൈറ്റി എന്ന് ഉത്കണ്ഠ, ആൻഡ് അതർ കണ്ടീഷൻ, ഇതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഡ്രഗ്സിനെന്ന് ഉള്ളു പറയും. ഇത്രയും ആൾക്കാരുടെ പഠനത്തിൽ നിന്ന് കണ്ടത്. ചിന്തിച്ചു നോക്കുക. മീഡിയ പറയുന്നത് അഡിക്ഷൻ ഉണ്ടാക്കുമെന്നാണ്, ഇവർ പറയുന്നത് അഡിക്ഷനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതിൽ ഈ പോർഷൻ നോക്കണം. എന്തുവാണ് ഇവയുടെ എഫക്റ്റ്, ഇത് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് എന്തോ സംഭവിക്കുന്നതെന്ന് കാണിക്കും. എഫക്ട്സ് ഓഫ് സൈക്കഡലിക് ഡ്രഗ്സ് ഓൺ ഹ്യൂമൻ കോഗ്നിഷൻ ആൻഡ് ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റത്തിൽ എന്തോ സംഭവിക്കും. റീസെൻറ്റ് സൈക്കഡലിക് റിസർച്ച് ഹാസ് സിസ്റ്റമിക്കലി പ്രോബ്ഡ് ദ സബ്ജക്റ്റീവ് എഫക്ട്സ് ഓഫ് സൈക്കഡലിക്സ് ഓൺ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയർ ഇൻ ഹ്യൂമൻ. അവിടെ ഇവിടെ നോക്കട്ടെ. അതുണ്ട്, നോക്കണം എന്തൊക്കെയാണ് ഒരു. ഒന്ന്, ഓഷ്യാനിക് ബൗണ്ട്ലെസ്നെസ്. അതൊരു വലിയൊരു കാര്യം. അതായത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നുന്ന പല കാര്യങ്ങളൊന്ന് ബൗണ്ട്ലെസ്നെസ് എന്ന് വെച്ചാൽ, ഇത് കഴിക്കുമ്പോൾ നമ്മളും ചുറ്റുമുള്ള ലോകവും തമ്മിൽ ഒരു ബോർഡർ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ ചുറ്റുമുള്ള ഈ ലോകത്തിൻ്റെ ഭാഗമാണ് എന്നൊരു തോന്നൽ. ഇത് സ്റ്റഡി ചെയ്തപ്പോൾ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തിൽ മാത്രം ബൗണ്ടഡ് അല്ല എന്ന് അവർക്ക് തോന്നുന്നു എഫക്റ്റ്. പിന്നെ അടുത്തെന്ന് നോക്കി, പിന്നെ ആങ്ഷ്യസ് ഈഗോ ഡിസൊല്യൂഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാനെന്നുള്ളൊരു ബോധം, അങ്ങനത്തെ ഒരു ബോധം ഇല്ലാതാക്കുക ചെയ്യും. അതാണ് ആങ്ഷ്യസ് ഈഗോ ഡിസൊല്യൂഷൻ. പിന്നെ രണ്ടാമത് വിഷനറി റീസ്ട്രക്ചറലൈസേഷൻ. പിന്നെ psilocybin produces similar increases in positive mood, bias towards positive stimulus evaluation that is attenuated by the pre-treatment with the antagonist. അതായത് പോസിറ്റീവായിട്ടുള്ളൊരു മൂഡ് അവർക്ക് ഉണ്ടാവും. അവരുടെ ഈഗോ ഡിസൊല്യൂട്ടായി പോകുന്നത് പോലെ തോന്നും. വിഷ്വലി അവർക്ക് പലതരത്തിലുള്ള ഇത് തോന്നും. അപ്പോൾ ഇത് നോക്കി, അതിൻ്റെ ഭാഗമായിട്ട് എഴുതി, സൈക്കഡലിക് ഡ്രഗ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷനും ട്രീറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലേ? ആസ് എ റിസൾട്ട് ഓഫ് ദ റോബസ്റ്റ് ഇഫക്ട്സ് ഓഫ് സൈക്കഡലിക്സ് ഓൺ മൂഡ്, there is a sustained scientific interest in their potential for treating depression and anxiety. ഡിപ്രഷൻ, ഇത്തരം നമുക്ക് ഇവർക്കുണ്ടാകുന്ന ഇത്തരം മൂഡിനുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇത് കാരണം ഡിപ്രഷനും ആങ്സൈറ്റിക്കും ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നവർ പറയും. ചിന്തിച്ചു നോക്കുക.
ചെറിയ ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയപ്പോൾ അത് കണ്ടത് ദേ ഹാവ് റീസെൻ്റ്ലി റിപ്പോർട്ടഡ് പ്രോമിസിംഗ് ആയിട്ട് റിസൾട്ടാണ് തരുന്നത്. ഓക്കെ, പിന്നെ അഡിക്ഷൻ്റെ അത് വായിച്ചു നോക്കാം, ഞാൻ ഒരുപാടുണ്ട് ഇതിനകത്ത്. ഇത് ഇമ്പോർട്ടൻ്റ് കേട്ടോ, ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇത് ഞാനത് രണ്ടുപേരുടെ അനുഭവം അവർ തന്നെ പറയുന്നത് ഞാനിപ്പോൾ കാണിക്കാം. ക്യാൻസർ പേഷ്യൻസിൻ്റെ ട്രോമ, അതായത് ക്യാൻസർ ആവുന്ന സമയത്ത് ഈ എന്തിനാ ജീവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തോന്നൽ വരും. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ അതായത് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനം എടുക്കുന്ന ഒരാളെ നമുക്ക് മരുന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതം വെർത്ത്ലെസ് ആണ് എന്നുള്ള തോന്നലുണ്ടാക്കുന്നത്. അങ്ങനെയുള്ളവരിൽ ഇത്തരം ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അവരുടെ ഡിപ്രഷനും അവരുടെ ആങ്സൈറ്റിയും ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫൊക്കെ ഞാൻ കാണിക്കാം. അത് അവർ രണ്ട് ആൾക്കാരുടെ അവർ തന്നെ പറയുന്നതും ഈ സയൻറ്റിഫിക് സ്റ്റഡി പങ്കെടുത്ത 2 പേര് പറയുന്നതും നമുക്ക് നോക്കണം. പിന്നെ നോക്കി, സൈക്കഡലിക് ഡ്രഗ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് അഡിക്ഷൻ. അഡിക്ഷനെ ഇത് ട്രീറ്റ് ചെയ്യും. Addiction exerts a large toll on both on the individual and society. Our psychedelic drugs are often long-lasting. These compounds have been tested to potentially disrupt established pattern of addictive behavior. Addictive behavior പാറ്റേണിനെ നശിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇത്. Another small clinical trial was recently performed test the impact of psilocybin on smoking. സിഗരറ്റ് അഡിക്ഷൻ ഉള്ളവർക്ക് നടത്തിയപ്പോൾ 80% ആ പേഷ്യൻസും സ്മോക്ക് ഫ്രീ ഇത് നടത്തിയതിൽ 80% പേഷ്യൻസും അടുത്ത 6 മാസത്തേക്കും സ്മോക്ക് ചെയ്തതേ ഇല്ല. 80%. അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിലൊക്കെ 80% റെമിഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. 80% ആൾക്കാർ നമ്മൾ പ്രത്യേകിച്ച് കൺവെൻഷൻ ആയിട്ടുള്ള സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 60-50% എത്തിയാൽ തന്നെ ഭാഗ്യമാണ്. കൺവെൻഷനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള അത്. അപ്പോൾ 80% ആൾക്കാരും അഡിക്ഷനിൽ മുക്തി നേടിയെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് അഡിക്ഷനിൽ വെച്ച് ഏറ്റവും ഹാർഡായിട്ടുള്ള ബ്രേക്ക് ചെയ്യാൻ പാടുള്ള അഡിക്ഷനാണ് സിഗരറ്റ് അഡിക്ഷൻ. ഭയങ്കര പാടാണ് നിർത്താൻ. അങ്ങനെയുള്ളൊരു കേസിൽ 80% വരിക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. പിന്നെ എന്തൊക്കെയാണ് അതിനകത്ത് നോക്കട്ടെ, താഴോട്ട് നോക്കാം. ഓക്കെ, അത് ഞാൻ വേറൊരു പേപ്പർ കാണിക്കാം. ഇത് ഫ്രോണ്ടിയേഴ്സ് ഇൻ സൈക്യാട്രി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു ജേണലുണ്ട്. ആ ജേണലിൽ വന്ന വേറൊരു പേപ്പറാണ്. തെറാപ്യൂട്ടിക് യൂസ് ഓഫ് LSD ഇൻ സൈക്യാട്രി, എ സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് റാൻഡമൈസ്ഡ് കൺട്രോൾ ക്ലിനിക്കൽ ട്രയൽ. ഇത് ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് നോക്കാം. ഇത് ആ പേപ്പറാണ്, നമ്മൾ മുമ്പേ അതേ പേപ്പറാണ് ഡൗൺലോഡ് ചെയ്തത്. ഇതാരൊക്കെയാന്ന് നോക്കി. ഇവരെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം സ്പെയിനിലുള്ള സയൻറ്റിസ്റ്റ്, സ്പെയിനിൽ നടത്തിയ സ്റ്റഡിയാണ്. ബാഴ്സലോണ സ്പെയിനിൽ നടത്തിയ സ്റ്റഡിയാണ്, സ്പെയിനിൽ നടത്തിയ ആൾക്കാർ. അപ്പോൾ ഇത് LSD സൈക്യാട്രിയിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡിയാണ്. ഇതിൻ്റെ നമുക്ക് കൺക്ലൂഷനാണ് വേണ്ടത്. നോക്കട്ടെ. നോക്കാം ഇതിൻ്റെ കൺക്ലൂഷൻ, ഈ പഠനത്തിൻ്റെ കൺക്ലൂഷൻ. In conclusion, and despite some controversial results mentioned in the above, LSD is revealed as a potential therapeutic agent in psychiatry. The evidence to date is strongest for the use of LSD in treatment of alcoholism. അതായത് മദ്യപാനത്തിന്, ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യാനുള്ള, അഡിക്ഷൻ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഡ്രഗ് എന്നുള്ള നിലയിൽ, ഒരു മരുന്നെന്നുള്ള നിലയിൽ LSDയുടെ കിട്ടിയ തെളിവുകൾ, എവിഡൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ആണ്. വളരെ ശക്തമായ തെളിവുണ്ട് LSD ഉപയോഗിച്ച് ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഡിസ്പൈറ്റ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഡിസൈനിങ് എന്തോ എഴുതുന്നു,
പുതിയ പഠനങ്ങൾ, ന്യൂ സ്റ്റഡീസ് പെർഫോംഡ് അണ്ടർ മോഡേൺ സ്റ്റാൻഡേർഡ്സ് ആർ നെസസറി ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ അവർ നോളജ്, ഹെൽപ്പ് ഇൻക്രീസ് ദ സ്റ്റിഗ്മ ദാറ്റ് പ്രിവെയിൽസ് അറൗണ്ട് ദീസ് സബ്സ്റ്റൻസസ് ആൻഡ് ഓപ്പൺ ഡോർ. അതായത് വീണ്ടും പഠനങ്ങൾ ഒരുപാട് നടത്തണം. എന്തിനു വേണ്ടിയാണ്? ഈ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ഇത്തരം ഡ്രഗ്സ് എന്തോ ദോഷമുള്ളതാണ്, ഇതാരും ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആ സ്റ്റിഗ്മ മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് പഠനങ്ങൾ ആവശ്യമുണ്ട്, ഫ്യൂച്ചറിൽ നടത്തണം ഇതിനെപ്പറ്റി എന്നവർ പറയും. ഇത് നല്ലൊരു പേപ്പറാണ്. ഞാൻ മൊത്തം വായിച്ചിട്ടില്ല. അതിൻ്റെ കൺക്ലൂഷനിൽ ഇത്രയും പഠനത്തിൻ്റെ കൺക്ലൂഷനാണത്. പിന്നെ ഞാൻ വേറെ പേപ്പർ കാണിക്കാം. ഈ പേപ്പർ ഈ പഠനം നടത്തിയ ആൾക്കാരുടെ എണ്ണം നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 21 24 25 26 27 28 29 30 31 32 33 34 35 36 സയൻറ്റിസ്റ്റുകൾ ചേർത്ത് നടത്തിയതാണ്. ജെന്നിഫർ, ഇത് ആരൊക്കെയാണ്? ഇവരുടെ ഡീറ്റെയിൽസുകളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി ആൻഡ് ബിഹേവിയറൽ സയൻസസ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, ഗ്രോസ്മാൻ സ്കൂൾ ഓഫ് മെഡിസിൻ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട്. അവർ നടത്തിയൊരു സ്റ്റഡി നോക്കി, MDMA അസിസ്റ്റഡ് തെറാപ്പി ഫോർ സിവിയർ PTSD. PTSD എന്ന് വെച്ചാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ട്രോമ എന്ന് വെച്ചാൽ അതിയായ ദുഃഖം ഉണ്ടാക്കുന്ന സംഭവത്തെ ട്രോമ എന്ന് പറയും. ഭയങ്കര വേദന ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോകും, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പലതരത്തിലുള്ള ട്രോമ ഉണ്ട്. ഇപ്പോൾ ക്യാൻസർ കാരണം ഒരുപാട് പേർക്ക് ട്രോമ ഉണ്ടാകും, ജീവിതം അങ്ങനെ അതിയായ ദുഃഖം ഉണ്ടാകും, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നേരിട്ടിട്ടുള്ള പല കാര്യങ്ങൾ. ആ ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് PTSD എന്ന് പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD. പോസ്റ്റ് എന്ന് വെച്ചാൽ ശേഷം, ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സ്ട്രെസ്, അതിയായ സ്ട്രെസ്. അതിന് MDMA എങ്ങനെ നമുക്ക് തെറാപ്പിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും? അതിനുവേണ്ടി റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡ് പ്ലസിബോ കൺട്രോൾ ഫേസ് 3 സ്റ്റഡി, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. നമുക്ക് ആ സ്റ്റഡിയുടെ നോക്കട്ടെ, അതിൻ്റെ കൺക്ലൂഷൻ എന്ന് എഴുതാം. ഇത് ഒരുപാട് വലിയൊരു സ്റ്റഡിയായത്, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ നടത്തിയ ഒരു സ്റ്റഡി നോക്കാം. അതിൻ്റെ കൺക്ലൂഷൻ, അതിന് മെത്തേഡ്സ് ഓൺലൈൻ എവിടെയത്? അതാണ്. In summary, MDMA assisted therapy includes rapid onset of treatment efficacy even in those with severe PTSD and in those with associative comorbidities including dissociative PTSD, depression, history of alcohol, substance use disorder and childhood trauma. ഇത്രയും മറ്റുള്ള ആൾക്കാരിൽ MDMA assisted therapy efficacy എന്ന് വെച്ചാൽ ഹൈലി എഫിഷ്യൻ്റ് ആണ്. Not only is MDMA assisted therapy efficacious in individuals with severe PTSD, but it may also provide improved patient safety. അത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് പേപ്പർ. ഞാൻ മുമ്പേ കാണിച്ച പേപ്പർ ഇതാണ്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് ആ പേപ്പർ. അപ്പോൾ ആ പേപ്പറിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതാ അവിടെ എഴുതിയേക്കാം. In summary, MDMA assisted therapies include rapid onset of treatment efficacy even in those with severe PTSD and those with associated comorbidities including dissociative PTSD, depression, history of alcohol, substance use disorder and childhood trauma. Not only is MDMA assisted therapy efficacious in individuals with severe PTSD, but it may also provide improved patient safety. Compared with the current first-line pharmacological and behavioral therapies, MDMA therapy has potential to dramatically transform treatment for PTSD and should be expeditiously evaluated for clinical use. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫാർമക്കോളജിക്കൽ തെറാപ്പികൾ, മരുന്ന്, ഒരുപാട് മരുന്നുകൾ സൈക്യാട്രിയിലൊക്കെ ചെന്ന് നമുക്ക് എഴുതി തരും. അത്
ആങ്സൈറ്റിക്കുള്ളത്, പലതരത്തിലുള്ളത്. അതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സേഫാണ്. പേഷ്യൻ്റ് സേഫ്റ്റി ഉണ്ട്, ഇംപ്രൂവ്ഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഉണ്ട് MDMAക്ക്. പിന്നെ അത് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഡ്രമാറ്റിക്കലി ട്രാൻസ്ഫോം PTSDയെ ട്രീറ്റ് ചെയ്യുന്ന മേഖലയെ മാറ്റിമറിക്കാനുള്ള സാധ്യത MDMAക്കുണ്ട്. ആൻഡ് ഷുഡ് ബി എക്സ്പീഡീഷ്യസ്ലി ഇവാലുവേറ്റഡ് ഫോർ ക്ലിനിക്കൽ. എത്രയും പെട്ടെന്ന് ക്ലിനിക്കൽ യൂസിന് അത് ഉപയോഗിച്ച് തുടങ്ങണം. ചിന്തിക്കുക, എത്രയും പെട്ടെന്ന് MDMA മരുന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങണം എന്നവർ പറയുന്നു. ഞാൻ പറഞ്ഞല്ല, 34 സയൻറ്റിസ്റ്റുകൾ ചേർന്ന് നടത്തിയൊരു പഠനമാണ്. എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജി ഉണ്ട്, അവരുടെ ക്രെഡൻഷ്യൽസ് ഉണ്ട്. നോക്കാവുന്നുള്ളൂ. കാനഡയിലുള്ള ആൾക്കാരുണ്ട്, പലയിടത്ത് US പ്രധാനമായിട്ട് US ആൾക്കാരെടുത്ത് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇവിടത്തെ നമ്മളിപ്പോൾ ഇത്രയും പേപ്പറുകളിലൂടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് വീഡിയോസോടെ ഞാൻ കാണിക്കാം, അതിൻ്റെ തീർന്നിട്ടില്ല, കുറച്ച് കാണിക്കാനുണ്ട്. നമ്മൾ കണ്ടൊരു കാര്യം, മീഡിയ പറഞ്ഞ ഓരോ കള്ളം. ഒന്ന് ഫിസിയോളജിക്കൽ ഡാമേജ് ഉണ്ടാകും, ഇല്ല. അഡിക്ഷൻ ഇല്ല. ഡിപ്രഷൻ ഇല്ല. മരണത്തിലേക്ക് നയിക്കും, ഇല്ല. ഇതെല്ലാം തെറ്റാണ്. തെറ്റാണെന്ന് മാത്രമല്ല, ഡിപ്രഷനെയും അഡിക്ഷനെയും ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകളായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഗവേഷണ പഠനങ്ങൾ കാണിക്കുന്നത്. വിദേശത്തുള്ള, ഇന്ത്യയിലില്ല. കാരണം ഇന്ത്യയിലെ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിപ്പാണ്. ഇന്ത്യയിലെ ഗവേഷണം എന്ന് പറയുന്നത് തട്ടിപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും വരാത്തത്. അപ്പോൾ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണിക്കാം. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വേൾഡ് സയൻസ് ഫെസ്റ്റിവലിൽ വന്ന ഒരു വീഡിയോ. വേൾഡ് സയൻസ് ഫെസ്റ്റിവലിൽ നോക്കാം, നമുക്കത് കേൾക്കേണ്ടി വരും. ഞാൻ ഹെഡ്ഫോൺ നോക്കാം, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് a police officer on the healing potential of MDMA for PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ട്രീറ്റ് ചെയ്യുന്നതിൽ MDMAക്കുള്ള സാധ്യതയെപ്പറ്റി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഈ വീഡിയോ യൂട്യൂബിലുണ്ട്, ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. My name is Sarko Gergerian. സാർക്കോ ജെർജേറിയൻ എന്നാണ് ഉദ്യോഗസ്ഥൻ്റെ പേര്. By day, I'm a police lieutenant with the Winthrop, Massachusetts Police Department and a psychotherapist at night. സൈക്കോതെറാപ്പിസ്റ്റാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. People might be shocked that a police officer is advocating for psychedelics. But I believe we're in the middle of a mental health crisis across the whole country. I want to bring psychedelic-assisted psychotherapy to the police. സൈക്കഡലിക് അസിസ്റ്റഡ് സൈക്കോതെറാപ്പി പോലീസിലേക്ക് കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, because in policing, PTSD is a big problem. പോലീസിങ്ങിനകത്ത് പോലീസുകാരുടെ ഇടയിൽ PTSD വലിയൊരു പ്രോബ്ലമാണ്. കാരണം ടെൻഷൻ പിടിച്ചിട്ടുള്ള ജോലി, വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ പോലീസ്. അതെനിക്ക് പേഴ്സണലായിട്ട് അറിയാം. എൻ്റെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്സ് പിടിച്ച, ടെൻഷൻ പിടിച്ച, നമുക്കറിയുന്നു, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ PTSD വലിയൊരു പ്രോബ്ലമായിട്ട് മാറാറുണ്ട്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ പുള്ളി പറയുന്നത് സൈക്കഡലിക്സ് അത്തരം ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. There's a lot of uncertainty with this type of work. You don't know what kind of a call is going to come in. Anytime an officer is waking up to go to work, their nervous system's activating in a really distinct kind of way. You're not going in calm. You're tensed up. You're jacked up a little bit. ഒരു കോള് വരുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടെന്നൊരു കോള് വരുമ്പോൾ ഒരിക്കലും കാമായിട്ടായിരിക്കത്തില്ല പോലീസുകാർ അവിടെ ചെല്ലുന്നത്. അവരെപ്പോഴും ഒരു സ്ട്രെസ്സിലായിരിക്കും. എന്തുവാണോ ഒരു ഇഷ്യൂ നടന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ടെൻഷൻ അവർക്കുണ്ടാവും. അതാ പുള്ളി പറയുന്നത്. You have a little bit of cortisol and adrenaline going through your bloodstream. And that's a daily occurrence. ഇത് വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും അവർ നേരിടുന്ന ഈ സ്ട്രെസ്സ്. അപ്പോൾ പുള്ളി പറയുന്നത് ഇത് അവരുടെ സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഈ സ്ട്രെസ് അനുഭവിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലിയൊരു പ്രശ്നം, വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട് എന്ന് പുള്ളി പറയും. Over time, over the course of an entire career, it can cause problems. Over the course of an entire career, it can cause problems. We're seeing
the rapid escalation of death by suicide in officers. US-ൽ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന കേസ് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. The numbers related to depression, depression കൂടി വരുന്ന കേസ്, numbers related to suicidality, anxiety, they're staggering. Your past and your training and experience go into the way that you act on the street. Trauma tends to narrow people's perspective. Trauma taps into fundamental fear responses. It creates an us and them perspective. We're in a point in history right now where that needs to change. It's really important for us to not have a knee on the throat of a civilian. We need to get together. We need to take walls down. And I think that medications like MDMA will be able to help with that because it'll പുള്ളി പറഞ്ഞതാണ്, ഇപ്പോൾ ഈ എസ്കലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു പോലീസ് ഓഫീസർ ചെല്ലുമ്പോൾ പലപ്പോഴും അയാളുടെ ഡിസിഷൻസ് ഈ ഫിയർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നൊരു സംഭവം ട്രിഗർ ചെയ്യും. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പലപ്പോഴും അവിടെ വരുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ മൈൻഡ് കാണാൻ പറ്റാതെ പോലെ, മനസ്സിലായോ? അവരുടെ മൈൻഡ് വ്യൂ പോയിന്റിൽ നിന്ന് ഇഷ്യൂവിനെ കാണാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് പുള്ളി പറയും. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ, അത്തരത്തിലുള്ള ഈ ഫിയർ റെസ്പോൺസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ MDMA എന്ന് പറയുന്നത് സഹായിക്കും. ഡിപ്രഷന് മാത്രമല്ല, ഡിപ്രഷനും ആങ്സൈറ്റിയെ മാത്രമല്ല പുള്ളി പറയുന്നത്, ഇത്തരമുള്ള എന്താ പറയുക, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു MDMA പോലുള്ള ഇത് സബ്സ്റ്റൻസ് ഞാനും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ മൈൻഡിൽ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് തരും. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്നും കാര്യങ്ങളെ കാണാൻ പഠിക്കും. അത് പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ നമ്മളെ സഹായിക്കും. പുള്ളി പറയുന്നൊരു പോയിന്റ് അത് വെറും ഡിപ്രഷനെ മാറ്റുന്ന ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ ഉപരി അത്തരത്തിലുള്ള ഒരു കഴിവും കൂടെ അതിനുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. Down that fear response, it'll bring in new perspective or widen perspective to allow for ideas around being one group, one family. My MDMA experience was federally sanctioned, a part of a research protocol. പുള്ളി MDMA ഉപയോഗിച്ചത് ഇതുപോലെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. MDMA ഇത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നമ്മൾ മുമ്പേ കണ്ട പല ഗവേഷണങ്ങളുണ്ട്. അത്തരത്തിലൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ഉപയോഗിച്ചത്. When the medicine took effect, പുള്ളി പറഞ്ഞത് വെൻ ദ മെഡിസിൻ ടുക്ക് എഫക്റ്റ് എന്ന്. MDMA മരുന്നെന്നാണ് പുള്ളി വിളിക്കുന്നത്. ഇതുപോലത്തെ നമ്മുടെ നാട്ടിൽ നടക്കും ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് MDMA മരുന്നെന്ന് വിളിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇത്തരം ഡ്രഗ്സിനെ നമ്മൾ കാണുന്ന രീതി തന്നെ തെറ്റാണ് എന്നാണ് ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. I had this deep, overwhelming sense of love come across me. അത് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് ഫുള്ള് കേൾക്കുക. പുള്ളിയുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് യൂട്യൂബിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നെ കൊടുക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ കൂടെ കാണിക്കണം. അതൊരു ഡിസ്കഷനാണ്. കുറച്ച് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ചേർന്ന് നടക്കുന്നത്. വേൾഡ് സയൻസ് ഫെസ്റ്റിവലിൽ വന്നൊരു ഡിസ്കഷനാണ്. അതിന് മുമ്പ് ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിലോട്ട് തിരിച്ചു വരാം. കോവിഡിൻ്റെ ന്യൂസ് സൈക്കിൾ മീഡിയ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് പറഞ്ഞു കോവിഡിൻ്റെ സമയത്ത് അവർ ഡ്രോപ്പ് ചെയ്തു സംഭവം, ഇപ്പോൾ ഇല്ല. പക്ഷേ അപ്പോൾ എന്തിനാണ് അന്ന് അവരെ ഏത്തപിടിച്ചത് എന്നൊരു ചോദ്യമില്ല. ഇതിപ്പം കളയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പിഴ ഈടാക്കിയത് അന്ന്? അതുപോലെ ഈ ഡ്രഗ്സിൻ്റെ ന്യൂസിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുന്നത്, ഇപ്പോൾ ഈ അത്തരം പഠനങ്ങൾ എന്താ കാണിക്കുന്നത്? പതുക്കെ സൈക്യാട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കഡെലിക് സബ്സ്റ്റൻസുകളുടെ ഉപയോഗം ഇപ്പോൾ അമേരിക്ക തന്നെ ഈ 2022 28% ആൾക്കാർ സൈക്കഡെലിക്സ് ഉപയോഗിച്ചിട്ടുള്ളവർ, 28% മനുഷ്യർ ഒരു രാജ്യത്ത്. പതുക്കെ ഇത്തരം ഡ്രഗ്സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തെറ്റിദ്ധാരണകളും ലോകം മാറ്റിക്കൊണ്ട് വരിക. ഇതൊന്നും ഈ മീഡിയ പറയുന്ന കള്ളങ്ങൾ അഡിക്ഷൻ ഡിപ്രഷൻ ഉണ്ടാക്കുന്നതല്ല, പകരം അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ മീഡിയയ്ക്ക് അവരുടെ കളം മാറ്റി ചവിട്ടേണ്ടി വരും.
ഇതൊന്നും ദോഷമില്ല, മറ്റേ മാതൃഭൂമി എൻ്റെ വാർത്ത ഉണ്ട്, പല്ല് കൊഴിയും അങ്ങനെയൊന്നും ഇല്ല എന്നും. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ ചോദ്യം ഇതാണ്, പിന്നെ എന്തിനാ ഇപ്പം ജയിലിൽ കിടക്കുന്നവർ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? അവരിപ്പോൾ അനുഭവിക്കുന്ന ശിക്ഷയ്ക്ക് അർത്ഥമില്ലാതെ വരത്തില്ലേ? ഞാനിപ്പോൾ ഒരു ഡിസ്കഷൻ കാണിക്കുക, അതിനകത്തൊരു ന്യൂറോ സയൻറ്റിസ്റ്റ് പറയുന്നത് 4 അല്ലെങ്കിൽ 5 വർഷം അതിനുള്ളിൽ ഈ സൈക്കഡലിക് സബ്സ്റ്റൻസുകൾ ലോകത്ത് ലീഗലാകും. സൈക്യാട്രി വിഭാഗങ്ങൾ അത് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. സൈക്കഡലിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഇത്തരം സബ്സ്റ്റൻസുകളെ സ്റ്റഡി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അപ്പോൾ ലോകം ഇത് മാറിക്കൊണ്ടിരിക്കുക. മലയാളികൾ അറിയുന്നില്ല, കാരണം ഇവിടുത്തെ കറപ്റ്റഡ് മീഡിയ ആയതുകൊണ്ട്. അപ്പം മാറി ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്റ്റിഗ്മ മാറുമ്പോൾ ഇപ്പം ഞാൻ മുമ്പേ കാണിച്ച പല ചെറുപ്പക്കാരും ഉൾപ്പെടെ ഉള്ളവർ വെറുതെ അല്ലേ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്? അവരുടെ ശിക്ഷയ്ക്ക് അവരെന്തിനാ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ ഇതും മാറും എന്ന് ആണ് മീഡിയ മാറ്റേണ്ടി വരും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഒരു ജനസമൂഹം എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ? വലിയൊരു വിഭാഗം ആൾക്കാർ വെറുതെ ജയിൽ ശിക്ഷ അനുഭവിക്കുവാണോ എന്നൊരു ചോദ്യം അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാ ഒരു ജയിലിൽ കിടക്കുന്നത്? ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ കൂടെ കാണിക്കാം. ഇത് വേൾഡ് സയൻസ് ഫെസ്റ്റിവലിൻ്റെ എന്താണ് സെർച്ച് ചെയ്തത്, വേൾഡ് സയൻസ് ഫെസ്റ്റിവലിൽ വന്നൊരു വീഡിയോ ആണ്. അവർ വേൾഡ് സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കാം. വേൾഡ് സയൻസ് ഫെസ്റ്റിവൽ, വേൾഡ് സയൻസ് ഫെസ്റ്റിവൽ. ഇത് സൈക്കഡലിക്സിനെ പറ്റി ഇത് ഡിസ്കഷൻസിൻ്റെ ഒരുപാട് സയൻറ്റിഫിക് സയൻസിലുണ്ട്. ബ്ലാക്ക് ഹോൾസ്, എന്താ പറയുക, ക്വാർക്സ് ടു കോസ്മോസ്, ഒരുപാട് തരത്തിലുള്ള ഡിസ്കഷൻസ് നടത്തുന്ന ഒരു വേദിയാണ് വേൾഡ് സയൻസ് ഫെസ്റ്റിവൽ. ഇപ്പോൾ ഇത് തുടക്കം ബ്രയൻ ഗ്രീൻ, സയൻറ്റിസ്റ്റ്, ഫിസിസിസ്റ്റ്, മാത്തമെറ്റീഷ്യനൊക്കെ. ഒരുപാട് വിഷയത്തിലുള്ള ചർച്ചകൾ അവിടെ വരാറുണ്ട്. ഒരുപാട് ഡിസ്റ്റിങ്വിഷ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ വന്നൊരു ചർച്ചയാണിത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. റിവീലിംഗ് ദി മൈൻഡ്, പ്രോമിസ് ഓഫ് സൈക്കഡലിക്സ് എന്ന. അത് നമുക്കൊന്ന് കാണണം. ഇത് തുടക്കം LSD ഉപയോഗിച്ച ഒരുപാട് പേരുടെ പ്രസ്ഥാനങ്ങളാണ്. സ്റ്റീവ് ജോബ്സ് എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ സ്ഥാപകൻ, ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന്, അത് സ്ഥാപിച്ച ആൾ. Taking LSD was a profound experience, one of the most important things in my life. It reinforced my sense of what was important. അയാൾ LSD ഉപയോഗിച്ചപ്പോൾ അയാൾക്ക് ഉണ്ടായ അനുഭവം, LSD ഉപയോഗിച്ചാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന പുള്ളി പറഞ്ഞു. ദിസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ജീവിതത്തിൽ എന്ന് എന്നെ പഠിപ്പിച്ചു ആ എക്സ്പീരിയൻസ്. ഇത് ആൽഫ്രഡ് ഹോഫ്മാൻ, ആദ്യത്തെ LSD ഉണ്ടാക്കിയ ആൾ. LSD ആദ്യമായിട്ട് സിന്തസൈസ്ഡ് കെമിക്കലാണ്. അപ്പോൾ അവങ്ങനെ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അത് നോക്കിയാൽ ഒരുപാട്. ഇത് ഹക്സ്ലി, എഴുത്തുകാരനാണ്, ബ്രിട്ടീഷുകാരനാണ്. ഇത് ജാക്ക് നിക്കോൾസൺ, നമുക്കറിയാം, സിനിമാ താരമാണ്, ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമാ താരമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. Meet our panelists and get into the discussion. Let's get a little introduction to this law. There's very dangerous drugs. അത് സൈക്കഡലിക്സിൻ്റെ ഹിസ്റ്ററിയെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ പോലെ കാണിക്കുന്നത്. നമുക്ക് ഡിസ്കഷനിലോട്ട് പോകാം. Okay, let's meet our panelists. Our first participant is a psychiatrist working to find better treatments for some of the most debilitating illnesses affecting human beings, including depression, anxiety, and addiction. Please welcome Stephen Ross. അതിൽ ചർച്ച പങ്കെടുക്കുന്ന ഒരാൾ സ്റ്റീഫൻ റോസ്, അഡിക്ഷൻ സൈക്യാട്രിസ്റ്റ്.
Our next participant studies the brain and the mind, professor of cognitive and computational neuroscience at the University of Sussex in England. He has published more than 100 papers on the nature of consciousness and the self. Please welcome Anil Seth. അത് അനിൽ സേത്ത്, അത് ഇംഗ്ലീഷുകാരനാണ്, ഇന്ത്യൻ ഒറിജിൻ ഉള്ള ആളാണ്, പക്ഷെ വിദേശിയാണ്. ഇംഗ്ലീഷാണോ അമേരിക്കനാണോ അറിയില്ല. Our next participant wants to understand how babies think and what that reveals about all of us. Professor of psychology and philosophy at the University of California at Berkeley and author of the best-selling book, The Philosophical Baby. Please welcome Alison Gopnik. ഒരു കുട്ടികളുടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്ന സൈക്കോളജിസ്റ്റ്. Finally, please welcome a researcher whose ethnographic fieldwork has brought him many times to the Amazon rainforest, Associate Professor of Anthropology at McGill University in Montreal, Eduardo Cohn. എഡ്വാർഡോ കോൺ, ആന്ത്രോപോളജിസ്റ്റ്, നരവംശാസ്ത്രജ്ഞൻ. So welcome everyone, and I think we need to start with... അപ്പോൾ അവർ എന്താണ് സൈക്കഡെലിക്സ് എന്ന് അവരോട് ചോദിക്കും, അപ്പോൾ അത് നമുക്ക് കേൾക്കാം. I'm going to task you with this, to define, if you can, what are psychedelics? We know they're not marijuana, we know they're not opioids. What are they? How do we define these drugs? Well, they're a group of drugs that profoundly alters consciousness. They do it all by... അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്, നമ്മുടെ കോൺഷ്യസ്നസ് ഓൾട്ടർ ചെയ്യുന്നത്. They do it all by activating the subtype of serotonin receptor, the 2A receptor. By activating the subtype of serotonin receptor, the 2A receptor, all of them do that. If you block that receptor, they don't have any psychoactive effects. And they're unusual compared to the other drugs of abuse in that they don't meet the definition of an addictive drug. They don't meet the definition of an addictive drug. Addictive drug എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പാലിക്കുന്നതല്ല, അത് അഡിക്റ്റീവ് അല്ല. And they're not addictive. In fact, if anything, they have... in fact, if anything, they have a potent anti-addictive potential. Addiction, anti-addictive അല്ല, വെച്ചാൽ അഡിക്ഷൻ എതിരെയുള്ളൊരു പൊട്ടൻഷ്യൽ അതിനുണ്ട്. A potent anti-addictive potential. And what are the names of some of these drugs? We know them as LSD, psilocybin. Is there a list that qualifies as a psychedelic? Well, the serotonergic hallucinogens or psychedelics, there's two different subcategories. There's the indole alkylamines. These are drugs like LSD, psilocybin, and DMT. ഇത് അതിനെ ക്ലാസിഫൈ ചെയ്യുക, എത്ര തരത്തിലുണ്ട്. അത് ഇൻഡോ ആൽക്കലമീൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. LSD, DMT, ഡൈമെഥൈൽട്രിപ്റ്റമിൻ, സിലസൈബിനാണ് മാജിക് മഷ്റൂംസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഉണ്ടെന്ന് പറയുന്നതല്ല ഉള്ളത്. Is found in ayahuasca, and they look remarkably similar to the endogenous neurotransmitter serotonin. ഇതാണ് നമ്മുടെ തലച്ചോറിൽ സെറട്ടോണിൻ്റെ റിംഗ് സ്ട്രക്ചറുമായിട്ട് സിമിലർ ആണ്. മനസ്സിലായി നോക്കി, DMTയും സിലസൈബിനും നോക്കി. And then there's the phenylethylamines, and the prototypical here is mescaline. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫീനൈൽ എത്തിലമീൻസ് എന്ന് പറയുന്ന ആണ്. അത് മെസ്കലിൻ എന്ന് പറയുന്ന നോറപെനിഫറിൻ എന്ന് പറയുന്ന ട്രാൻസ്മിറ്ററുമായിട്ടാണ് അത് സിമിലാരിറ്റി ഉള്ളത്. And these are more amphetamininergic psychedelics, and their ring structure very closely resembles norepinephrine. So they work on those receptors in the brain, is that correct? All of them have a commonality of activating the 2A receptor, and that causes their unusual psychological properties. Okay. We hear a lot about other drugs like MDMA, which is also known as ecstasy, and also ketamine. Where do these fall into the psychedelic classification? അടുത്ത LSDയും സിലസൈബിനും അല്ലാത്ത MDMA പറ്റി ചോദിക്കുക. അത് ഈ കാറ്റഗറിയിൽ എവിടെയാണ് പെടുന്നത്? മെസ്കലിൻ പോലുള്ള. Ketamine is probably the closest phenomenologically to psilocybin, but it has a much different mechanism. It blocks a type of glutamatergic receptor, the NMDA receptor, and it profoundly alters consciousness too. But it's also a dissociative anesthetic. But there are commonalities in terms of the experience and the brain function of ketamine versus psilocybin. Ketamine is actually the first psychedelic that's available as a medicine for treatment-resistant depression. That recently was approved, Janssen Pharmaceuticals. MDMA is psychedelic-like, but it's a very... MDMA psychedelic-like, but it's a very complex drug. Complex drug. It's been used to treat... It's been used to treat PTSD. PTSD treated MDMA ഉപയോഗിക്കും. PTSD. It has breakthrough status with the FDA and probably will be made available.
it will be probably made available as a medicine in the coming years for complex PTSD. കണ്ടോ, അത് ഇനി വരുന്ന വർഷങ്ങളിൽ അവയെ മെഡിസിനായിട്ട് ഉപയോഗിക്കും എന്നാണ് പുള്ളി പറയുന്നത്. നമുക്കെല്ലാം കേൾക്കാൻ സമയമില്ല, നമുക്ക് വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇതിൽ ഉപയോഗിച്ച വളരെ കുറച്ച് അനുഭവങ്ങൾ നോക്കണം. അല്ലേ തോന്നാം, ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി അതിനകത്ത് പറയുന്നത്. And between the three groups, what we found collectively is that single dose I think we have a graph that shows that really illustrates pretty well the difference that you're talking about. ഇത് ആൻറ്റി ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യുന്നതിൽ ട്രഡീഷണൽ ആൻറ്റി ഡിപ്രഷൻ എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള മരുന്ന് സിലസൈമിനും മാജിക് മഷ്റൂംസിലുള്ള സിലസൈമിനും തമ്മിലുള്ള വ്യത്യാസം അവർ കാണിക്കുന്നു. നോക്കി, എന്തുവാ 100% ഉള്ള മനുഷ്യരിൽ സ്റ്റഡി നടത്തിയപ്പോൾ ട്രഡീഷണലായിട്ടുള്ള ഡിപ്രഷൻ കുറയ്ക്കുന്ന കാര്യങ്ങൾ 60% വരെ എഫക്റ്റ് ആയിട്ടുള്ളൂ. 60% ആൾക്കാരിൽ എഫക്റ്റ് ആയിട്ടുള്ളൂ. പ്ലസിബോ ഗ്രൂപ്പ് നോക്കി 40%. അത് പ്ലസിബോ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഉണ്ടെന്ന് പറയും, പക്ഷേ ഇല്ല, കാരണം ഇത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റാണ്. അപ്പോൾ അവരോട് ആർക്കാണ് കൊടുത്തിട്ടെന്നുള്ള പറയത്തില്ല, 2 പേർക്കും കൊടുത്തിട്ടുണ്ടെന്നേ പറയത്തുള്ളൂ. അത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ആർക്കാണുള്ളത്, ആർക്കാണ് ശരി കൊടുത്തത്. അത് എന്ത് വെച്ച് നടത്തിയത്? ട്രഡീഷണൽ ആൻറ്റി ഡിപ്രസൻറ്റ് വെച്ച് നടത്തിയത്. അതിൽ 60%, അതായത് പ്ലസിബോയും ആക്ച്വൽ ഗ്രൂപ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല, 20% വ്യത്യാസമേ ഉള്ളൂ. You can see that typical antidepressants, if you test antidepressants in the general from pharma that was suppressed. അതേസമയം സിലസൈമിൻ വെച്ച് സ്റ്റഡി നോക്കി 80% എഫക്റ്റീവ്നെസ് ഉണ്ട്, പ്ലസിബോ 20. 80-20 തമ്മിൽ വ്യത്യാസം 60%-ഓളം ഡിഫറൻസ് ഉണ്ട്. ചിന്തിച്ച് നോക്ക്, ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, എന്നാലും അവർ ആ ഗ്രാഫ് കാണിക്കുക. ഇനി ഇത് ഉപയോഗിച്ച് സ്റ്റഡി ചെയ്ത് നടത്തിയ 2 പേരുടെ അനുഭവങ്ങളാണ്. I was diagnosed with ovarian cancer, stage 1C. My first don't work any better than placebo. It's about a 40%. So if our finding is real that one day after getting it 80% are in remission compared to 40% if they responded several weeks, it could have big implications in the treatment of people facing end-of-life distress or depressed and anxious. We actually were able to interview 2 of the participants. 2 participants അതിൽ പങ്കെടുത്ത് 2 പേരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. Who were in that study on using psilocybin, and I think we can take a look at that. I was diagnosed with ovarian cancer, stage 1C. My അവർക്ക് first ovarian cancer, അവർ ഓവറിൽ ക്യാൻസർ അവർക്ക് ഡയഗ്നോസ് ചെയ്തു. ഈ സ്ത്രീ thought was, now I know what I'm going to die of. അവരുടെ പേര് ഡൈന ബെയ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മരണഭയമായി. Couldn't have been true anyway, you still never know. I felt a lump in my neck that came out positive ഒക്ടേവിയൻ മിഹായ് എന്ന് പറഞ്ഞൊരു വ്യക്തി, for Hodgkin's lymphoma. ലിംഫോമ, പുള്ളിക്കും ക്യാൻസർ ആയിരുന്നു. My life was just consumed by fear that this is coming back. Things just really spun out of control. I was given the psilocybin. എന്നിട്ട് അവർക്ക് സിലസൈബിൻ പിൽസ് കൊടുത്തു ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി. അവർക്ക് 2 പേർക്കും ഭീതിയായി, മരണഭയമായി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിപ്രഷനിലേക്ക് ഉള്ള ഇത്. I took the pill. I was in a space where nothing existed except me. ഞാൻ അത് കഴിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുക. ഞാൻ മാത്രമുള്ളൊരു സ്പേസിലേക്ക് ഞാൻ പോയതുപോലെ അവർക്ക് തോന്നി, ആ സ്ത്രീ. I became aware that this is probably what death would feel like. I'm still with my soul, but I'm not here anymore. And it sort of gave me a lot of comfort because it really wasn't that bad. It kind of gave me peace of mind because I had such a tremendous fear of this unknown that was death. I saw a large lump under my ribs, and it was not the cancer, it was my fear. അതായത് അവരനുഭവിച്ചപ്പോൾ അവരുടെ റിബ്സിൻ്റെ അവിടെ എന്തോ ഒരു ഉള്ളതുപോലെ അവർക്ക് തോന്നി. അത് സത്യം പറഞ്ഞാൽ ക്യാൻസർ ആയിരുന്നില്ല, അവരുടെ ഭയമായിരുന്നു. അവർക്കുണ്ടായ ഹാലുസിനേഷൻസ് പറയാം, അവരുടെ എക്സ്പീരിയൻസ് പറയാം. I just screamed, "F*** you, who the f***
do you think you are? Get out! അത് അപ്പോൾ അവർ അവരുടെ അവരുടെ അതിനെ ചീത്ത വിളിക്കുക, അതിനോട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോ. അവർക്ക് ഹാലുസിനേഷനാണ് പറയുന്നത്. അത് അങ്ങനെ ആ ഫിയറിനെ അവരുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് അവർ പറയും. I banished it. I saw this like smoke come out of my body like a mushroom cloud. I was thinking, from now on, there's no more fear of death or cancer to terrorize me. I'm healed. I have everything to look forward to. And then I started to have very deep. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ അവരെ ഇവിടെ ഈ ഡിസ്കഷനിൽ അവർ കൊണ്ടുവരും. അവരുടെ അനുഭവം നോക്കാം. എവിടെ അത്? And I was suffering such terrible fear and anxiety for the 2 years until I had the psilocybin, and I just don't think about it anymore. I don't think about cancer. I don't think about I had ovarian. I don't think about that coming. ഇപ്പോൾ അവരതിനെപ്പറ്റി ആലോചിക്കാറില്ല. അവരുടെ ഡിപ്രഷൻ കുറഞ്ഞതുപോലെ അവരുടെ ഭയവും പേടിയും ഒക്കെ കുറഞ്ഞൊരു. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, അത് മൊത്തം നിങ്ങൾ കണ്ടാൽ മതി. അവർ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഉപയോഗിക്കുമെന്ന്. ഇനി അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഡിപ്രഷൻ പൂർണ്ണമായിട്ടും ഭേദമായി. ഈ പയ്യൻ പറയുന്നുണ്ട്, അവൻ ഡോക്ടേഴ്സ് ഓൾറെഡി സാനക്സ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ഈ ആങ്സൈറ്റി കുറയാൻ, അത് തന്നു ആദ്യം. പക്ഷെ അതൊന്നും ഫലപ്പെട്ടില്ല. സിലസൈൻ മെഡിസിൻ എടുത്തപ്പോഴാണ് എനിക്കത് മാറിയത്, ഡിപ്രഷൻ മാറിയെന്ന് ഒരു പുള്ളി പറയും. അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? There's so many different directions to go, and it keeps opening up. Hopkins has designed a trial using psilocybin to treat anorexia, the most fatal psychiatric condition with no medication. So there's so many different directions to go therapeutically. So we're at the beginning, would you say? We're at the beginning, but I would predict over the I will predict over the next 5 years. അടുത്ത 5 വർഷത്തേക്ക് next 5 years, psychiatry will be radically transformed. സൈക്കാട്രി എന്ന് പറയുന്നത് റാഡിക്കലി മാറാൻ പോവാ. അടിമുടി സൈക്കാട്രി മാറാൻ പോവാ ഇത്തരം ഡ്രഗ്സ് കാരണം. Because I think I would predict in 3 to 5 years MDMA will be rescheduled and made. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ തന്നെ MDMA PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിക്കും. അവിടുത്തെ FDA ഫുഡ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ എന്തോ അവരാണ് ഇത്തരം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലേഷൻസ് വെക്കുകയൊക്കെ അവിടുത്തെ ഗവൺമെൻറ്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാൻ MDMA 3 മുതൽ 5 വർഷത്തിനുള്ളിൽ MDMA ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. Available for PTSD, and I think psilocybin soon after that. So in 5 years, practitioners will be able to use ketamine, MDMA, psilocybin. അപ്പോൾ അത് മൊത്തം നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നിട്ട് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൈക്കാട്രി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത്തരം ഡ്രഗ്സ് കാരണം. അപ്പോഴും ഇവിടെ ഇതിനെ ഇല്ലീഗലാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് കൊഴിയും തുടങ്ങി മരണം വരെ. ഇത് മീഡിയയുടെ കുഴപ്പമില്ല, ഇത് എന്തോ വെച്ചാൽ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യാത്തതുകൊണ്ടുള്ളൊരു കുഴപ്പം. പിന്നെ അവർക്ക് എപ്പോഴും ഒരു ന്യൂസിൽ ഇങ്ങനെ ഒരു ആൾക്കാരെ ഭയത്തിൽ ഇങ്ങനെ നിർത്തണം. ഇതാണ് പെട്ടെന്നില്ല. വൈകിട്ടത്തെ ചാനൽ ചർച്ചകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്തുവാ ഈ ചാനൽ ചർച്ചകളിൽ എന്തോ നടക്കുന്നത്. ഈ 2 ഫുട്ബോൾ ടീം ഫുട്ബോൾ കളിക്കുമ്പോൾ കയ്യടിയില്ലേ, അതുപോലത്തെ ഒരു നമ്മുടെ ഡോപ്പമിൻ നമ്മുടെ ഈ ഇതെല്ലാം അഡ്രിനാലിൻ കൂട്ടുക, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അവർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഫലം അതിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യം എന്തുവാ, നിരപരാധിയായിട്ടുള്ള കുറേ പേര് ജയിലിൽ കിടക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇത്തരം ഡ്രഗ്സ് സമൂഹത്തിൽ അവൈലബിൾ ആകും, ട്രീറ്റ്മെൻറ്റ് നടക്കും. അപ്പോൾ ഇവരുടെ ജയിൽ ശിക്ഷ എന്തിനാണെന്നുള്ള ചോദ്യം അത് സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. എൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ സയൻറ്റിഫിക് ഗവേഷണങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം ഇൻ്റർനെറ്റിലുള്ളത്, മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഈ മിസ്ഇൻഫർമേഷനെതിരെ നമ്മൾ ആം ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ ഇൻഫർമേഷനെതിരെ നമ്മളെല്ലാവരും കരുതലെടുക്കേണ്ടതുണ്ട്. തെറ്റായ ഇൻഫർമേഷനെതിരെ കരുതലെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക്സ്.